ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ഗ്രാമർ പോർഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കിന്റെ പേര് ആഡ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആഡ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ആഡ്ജക്റ്റീവ്സിന്റെ നമ്മൾ പൊതുവായിട്ട് മലയാളത്തിൽ പറയുന്ന പദം എന്ന് പറയുന്നത് നാമം വിശേഷണം എന്നാണ് കേട്ടോ. നാമത്തെ വിശേഷിപ്പിക്കുന്നത്, അതാണ് അഡ്ജക്റ്റീവ്സിന്റെ മലയാളം വേർഡ്. അപ്പൊ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വേർഡ്സ് ദാറ്റ് ടെൽ us more about nouns are called adjectives. എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺസ്, നമ്മൾ നൗൺസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നൗൺസ് എന്ന് പറഞ്ഞാൽ നാമം, നാമത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാമത്തിനെ കുറച്ചുകൂടെ വിശകലനം ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ആഡ്ജക്റ്റീവ്സ് ആർ ഓൾസോ കോൾഡ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അഡ്ജക്റ്റീവ്സിനെ മറ്റൊരു പേരിൽ നമുക്ക് വിളിക്കാം. എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നാമത്തിനെ കൂടുതലായിട്ട് പറയുവാൻ വേണ്ടി, നാമത്തിനെ കൂടുതലായിട്ട് വിശകലനം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആഡ്ജക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ ആഡ്ജക്റ്റീവ്സിനെ നമുക്ക് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന പേരിൽ വിളിക്കാം. കണ്ടോ? ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, അതായത് വിശകലനം ചെയ്യുന്ന, നൗണിനെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതുകൊണ്ടാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്നൊരു പേര് ആർക്ക് വന്നത്? ആഡ്ജക്റ്റീവ്സിന് വന്നത്. ഇവിടെ രണ്ട് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ. റൗണ്ട് ടേബിൾ. റൗണ്ട് ടേബിൾ. ഇവിടെ നൗൺ ഏതാണ്? ടേബിൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. ടേബിൾ എന്നതാണ്. അതിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് റൗണ്ട് ടേബിൾ. അതിന്റെ ഷേപ്പിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള ടേബിൾ എന്നാണ്. കണ്ടോ? അപ്പം റൗണ്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? ആഡ്ജക്റ്റീവ്സ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. ബിഗ് റൂം. ഇവിടെ നൗൺ എന്ന് പറയുന്നത് റൂമാണ്. കണ്ടോ? റൂമാണ് നൗൺ. നാമം എന്ന് പറയുന്നത് റൂമാണ്. ആ നാമത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്താണ്? ബിഗ്. വലിയ മുറി. മുറിയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വലിയ മുറി. അപ്പം ബിഗ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ആഡ്ജക്റ്റീവ്സ് ആണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പൊ നമുക്ക് ആഡ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും 6 വിഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. അവ ഓരോന്നും നമുക്ക് എന്നും നോക്കാം. അപ്പോ ടൈപ്സ് ഓഫ് ആഡ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ആദ്യത്തേതാണ് ക്വാളിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്. നമുക്ക് പേരിൽ തന്നെ ശ്രദ്ധിച്ചേ. ക്വാളിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷത, ഇല്ലേ? അപ്പൊ സവിശേഷതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവ് ആണ് ക്വാളിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്. നമുക്ക് ഡെഫിനിഷൻ നോക്കിയേ. ക്വാളിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ് ആർ ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് എ നൗൺ. മനസ്സിലായോ? നൗണിന്റെ, നാമത്തിന്റെ സവിശേഷതയെ പറ്റി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോ എക്സാമ്പിൾസ് നോക്കിക്കേ. ഫസ്റ്റ് വൺ നോക്കിക്കേ. ദ റെഡ് ആപ്പിൾ. ഇവിടെ നാമം അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത് ആപ്പിൾ ആണ്, അല്ലെ? ആപ്പിൾ. ഇവിടെ നോക്കിയേ, അതിന്റെ കൂടെ ചേർത്തിരിക്കുന്നത് എന്താ? റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിളിനെ അല്ലെങ്കിൽ ആപ്പിളിന്റെ സവിശേഷത അല്ലെങ്കിൽ ക്വാളിറ്റിയെ പറ്റി നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. റെഡ് ആപ്പിൾ, ചുവന്ന ആപ്പിൾ ആണ്. സെക്കൻഡ് വൺ നോക്കിയേ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. കണ്ടോ? ഷീ എന്ന് പറഞ്ഞത് അവൾ സുന്ദരിയാണ്. അപ്പം ഇവിടുത്തെ നൗണല്ല, ഇവിടെ നമ്മൾ പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഷീ എന്നുള്ളത്. അപ്പൊ അവൾ സുന്ദരിയാണ്. അപ്പൊ അവളുടെ സവിശേഷതയെ എടുത്തു പറയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് എന്ത്? ആഡ്ജക്റ്റീവ്. തേർഡ് വൺ നോക്കിയേ. ഐ ഹാവ് എ ബ്രൗൺ ഷർട്ട്. എനിക്ക് ബ്രൗൺ കളറിലുള്ള ഷർട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നൗൺ എന്താണ്? ഷർട്ട്. ഷർട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അപ്പം ആ ഷർട്ട് എങ്ങനെയുള്ളതാണ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ബ്രൗൺ എന്നുള്ളത്. അപ്പം ഈ ബ്രൗൺ എന്നുള്ളതാണ് ആഡ്ജക്റ്റീവ്. ഷർട്ട് എന്നുള്ളത് എന്താണ്? നൗൺ ആണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്?
വാട്ട് കൈൻഡ് ഓഫ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് കൈൻഡ് ഓഫ്, ഏത് തരത്തിലുള്ളതാണ്. അതാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ദ റെഡ് ആപ്പിൾ. ആപ്പിളിനെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അതിന്റെ ക്വാളിറ്റിയെ പറയാൻ വേണ്ടി റെഡ് ഉപയോഗിച്ചിരിക്കുന്നു. ആപ്പിൾ ആണ് നൗണ്, റെഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഐ ഹാവ് എ ബ്രൗൺ ഷർട്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി, അളവിനെ സൂചിപ്പിക്കുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് ടെൽ us about the quantity of a noun. ഒരു നൗണിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ശരിക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഓഫ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് ഓഫ് ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, there are enough juice in the fridge. ഫ്രിഡ്ജിലെ ധാരാളം ജ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ച ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ഏതാണ്? ഇനഫ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്. ഇപ്പം there is enough juice in the fridge എന്ന് പറഞ്ഞാൽ എന്താ? ഇനഫ് എന്നേ പറഞ്ഞുള്ളൂ, നമ്മൾ അതിനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ അമ്മു ഡ്രാങ്ക് സം ജ്യൂസ്, അമ്മു കുറച്ച് ജ്യൂസ് കുടിച്ചു, ഇല്ലേ? അപ്പം ഇവിടെ നമ്മള് എന്താ യൂസ് ചെയ്യുന്നത്? അമ്മു കുടിച്ച ജ്യൂസ് എന്താ? സം എന്നേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച്. അത് എത്രയാണെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വേർഡ് ഏതൊക്കെയാണ്? എ ലിറ്റിൽ, മെനി എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയെ കാണിക്കാനാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് എന്ത് യൂസ് ചെയ്യുക? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. there is enough juice in the fridge, അമ്മു drank some juice. നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്ന മറ്റു വേർഡ് ഏതൊക്കെയാണ്? എ ലിറ്റിൽ, മെനി എന്നൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗ മച്ച് ഓഫ് എന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ന്യൂമറൽ അഡ്ജക്റ്റീവ്. ന്യൂമറൽ അഡ്ജക്റ്റീവ് മീൻസ് that tell us the exact number of a noun. ശരിയായിട്ടുള്ള നമ്പർ ആണ് അവിടെ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ന്യൂമറൽ അഡ്ജക്റ്റീവ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ്, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നാമങ്ങളുടെ കൂടെയാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ് ടെൽ us the exact number of a noun. എക്സാക്ട്, കറക്റ്റ് ആയിട്ട് എണ്ണി നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ, സച്ചു ഈസ് 9 years old. ഇവിടെ സച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ ഏജ് നമ്മൾ 9 എന്ന് കറക്റ്റ് ആയിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. 9 years old ഉണ്ട്. ന്യൂമറൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ന്യൂമറൽസ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. കണ്ടോ? സച്ചു ഈസ് 9 years old. ഐ ഹാവ് 2 pencils. എനിക്ക് 2 പെൻസിലുകൾ ഉണ്ട്. കണ്ടോ? 2 എന്നുള്ള ന്യൂമറൽ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത നോക്കിയേ, അനു ഹാസ് 5 pens. അനുവിന് 5 പേനുകൾ ഉണ്ട്. അപ്പൊ ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ഹൗ മെനി. കണ്ടോ? എണ്ണമാണ് നമ്മളിവിടെ ശരിക്കും ചോദിക്കുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ന്യൂമറൽ അഡ്ജക്റ്റീവ് ടെൽ us the exact number of a noun. കറക്റ്റ് ആയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി പറയാം. അതുകൊണ്ട് ന്യൂമറൽ അഡ്ജക്റ്റീവ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ്. സച്ചു ഈസ് 9 years old. ഐ ഹാവ് 2 pencils and അനു ഹാസ് 5 pens. ഇവിടെ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ഹൗ മെനി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോ നമുക്ക് ഫോർത്ത് പോയിന്റ് നോക്കാം, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ നോക്കിയേ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് യൂസ്ഡ് ടു പോയിന്റ് ഔട്ട് സ്പെസിഫിക് നൗൺ. ഒരു നൗണിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, ദിസ് ബാഗ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മളിവിടെ ഇത്, അത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർത്തിടേണ്ടത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നിങ്ങനെയാണ് നമ്മൾ ചേർത്തെഴുതുക. ദിസ് ബാഗ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ ബാഗ് മനോഹരമാണ്. ഇവിടെ നോക്കി, ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ നൗൺ ഏതാണ്? ബാഗ് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അപ്പം നൗണിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും നമ്മളിവിടെ ദിസ് ചേർക്കുക. രണ്ടാമത്തെ നോക്കിയേ, ദീസ് ബാഗ്സ് ആർ ബ്യൂട്ടിഫുൾ. ഇവിടെ സിംഗുലർ ഫോമും ഇവിടെ പ്ലൂറൽ ഫോമും ആണെന്നേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, ദീസ് ബാഗ്സ് ആർ ബ്യൂട്ടിഫുൾ. നോക്കിയേ, ഈ ബാഗുകളെല്ലാം സുന്ദരമാണ്, അല്ലെ ബ്യൂട്ടിഫുൾ ആണ്. കണ്ടോ? ബാഗ് എന്നുള്ളത്, ബാഗ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ദീസ് ചേർത്തിരിക്കുന്നത്. നോക്കിയേ, ദാറ്റ് ടോയ് ഈസ് മൈൻ. അത്
എന്റെ ടോയ് ആണ്. കണ്ടോ, ടോയ് എന്നുള്ളതാണ് നൗൺ, അതിന് മുമ്പായിട്ടാണ് ദാറ്റ് ചേർത്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ നോക്കിയേ, ദോസ് ഗ്രേപ്സ് ആർ സോർ. ആ മുന്തിരികളെല്ലാം പുളിപ്പുള്ളതാണ്. ഇവിടെ ഗ്രേപ്സ് എന്നുള്ളതാണ്, ഇത് പ്ലൂറൽ ഫോം ആണ്. ഗ്രേപ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ, അതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ദോസ്. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയുക, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോ നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് നോക്കാം കേട്ടോ. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെഫിനിഷൻ നോക്കിക്കേ. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആർ ദ വേർഡ്സ് യൂസ്ഡ് ടു ഫോം ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം തീർച്ചയായിട്ടും അപ്പം ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്? എന്തൊക്കെയാണ്? ഹൂസ്, വിച്ച്, വാട്ട്, ഹൂ, ഹൂം, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പൊ ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്തിനാണ് യൂസ് ചെയ്യുക? ഫോം ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ നോക്കാം. ഹൂസ് ബൈക്ക് ഈസ് ദിസ്. കണ്ടോ, ഹൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആരുടെ ബൈക്കാണ്. കണ്ടോ, അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വൺ നോക്കിയേ. വിച്ച് ബാഗ് ഡു യു ലൈക്ക് മോർ? ഏത് ബാഗാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വിച്ച്. കണ്ടോ. നെക്സ്റ്റ് വൺ നോക്കിയേ. വാട്ട് സോങ് ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോങ് ഏതാണ്? അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ട്. മനസ്സിലായോ? അപ്പം ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഫോം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോ ദ സിക്സ്ത് ആൻഡ് ലാസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പൊസസീവ്നെസ് എന്നൊക്കെ, അല്ലേ? പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിലോങ്ങിങ്സ് എന്നാണ് കാണിക്കുന്നത്, അതായത് സ്വന്തം എന്ന തോന്നൽ, അതാണ് അതിന്റെ അർത്ഥം. പൊസസീവ് അഡ്ജക്റ്റീവ്സ് നോക്കാം. ഡെഫിനിഷൻ. പൊസസീവ് അഡ്ജക്റ്റീവ് ആർ ദ വേർഡ്സ് യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് മൈ ഫ്രണ്ട്. കണ്ടോ, അവൾ എന്റെ സുഹൃത്താണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട പൊസസീവ് അഡ്ജക്റ്റീവ് ഏതാണ്? മൈ. ഷീ ഈസ് മൈ ഫ്രണ്ട്. അവർ ഹൗസ് ഈസ് ബിഗ്. കണ്ടോ, അവർ ഹൗസ് ഈസ് ബിഗ്. നമ്മുടെ വീട് വലുതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? അവർ. കണ്ടോ, അവർ എന്നുള്ളതാണ് ഇവിടുത്തെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. തേർഡ് വൺ നോക്കിയേ. their dog is barking. അവരുടെ പട്ടി കുരയ്ക്കുന്നു. കണ്ടോ, ഇവിടെ അവരുടെ, അതൊരു ഓണർഷിപ്പ് ആണ്, അത് അവരുടേത് മാത്രമാണ്, അല്ലേ? അപ്പൊ ഇവിടെ യൂസ് ചെയ്ത പൊസസീവ് അഡ്ജക്റ്റീവ് ഏതാണ്? their. കണ്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉള്ള ഒരു കാര്യത്തെ പറ്റി പറയാനാണ് നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മൈ, യുവർ, ഹിസ്, ഹെർ, അവർ, their, എക്സെട്ര, ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വരും വരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.